ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇത് നമ്മുടെ വീട്ടിലെ ഇരുമ്പമ്പുള്ളിയുടെ മരമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൽ ആവശ്യത്തിൽ കൂടുതലുണ്ടാവും കേട്ടോ. ഒരു മഞ്ഞൊക്കെ വീഴുന്ന ഈ ഒരു സമയത്താണ് കേട്ടോ ഇത് നന്നായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് പറിച്ചിട്ട് അച്ചാറിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി ഇതിൻ്റെ രണ്ട് സൈഡുണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് കളയാം. അച്ചാറിടുന്നതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഈ ഒരു റൗണ്ട് ഷേപ്പിലും അതുപോലെ നീളത്തിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഇതുപോലെ ചതച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കാറുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ചതും അതുപോലെ കായവും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വിനെഗർ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ഇതുപോലെ ഇങ്ങനെ ഒന്ന് പതഞ്ഞ് വരും കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പിൽ തിരുമ്മി വെച്ചിരിക്കുന്ന ആ ഒരു ഇരുമ്പൻ പുളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഉപ്പിൽ കിടന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് തന്നെ ഞാനൊരല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ശർക്കര വേണമെങ്കിൽ മധുരത്തിനായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനത് ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിത് തയ്യാറാക്കിയതിന് ശേഷം ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞെടുക്കുമ്പോഴാണ് കേട്ടോ ശരിക്കും ആ പുളിയിലേക്ക് എരിവും എല്ലാം പിടിച്ചിട്ട് കറക്റ്റ് പാകത്തിനായി വരണത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.